തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് നിഹാദ്. തന്റെ വരുമാനം വെളിപ്പെടുത്തിയിട്ടുള്ള ഈ തൊപ്പിയുടെ വീഡിയോ ആണ് നിലവിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. മയക്കുമരുന്ന് കച്ചവടമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നിഹാദ് എന്ന തൊപ്പി. മണിക്കൂറിന് 21,000 രൂപ തനിക്ക് വരുമാനമുണ്ടെന്ന് പറയുകയാണ് നിഹാദ്. തന്റെ വരുമാനത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തതിനാലാണ് ചോദ്യം എന്നും മറുപടിയിൽ നിഹാദ് പറയുന്നു. തൊപ്പിയുടെ സ്ട്രീമിംഗ് കോൺട്രാക്റ്റും ആ വീഡിയോയിൽ പരസ്യപ്പെടുത്തുന്നുമുണ്ട്. തനിക്ക് സ്ട്രീമിംഗിൽ എത്ര വരുമാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? അതാണ് കാര്യം. എന്നാൽ ഞാനൊരു കാര്യം വീഡിയോയിൽ കാണിക്കാം. ഇതെന്റെ ഒറിജിനൽ സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് ആണ്. 1 മണിക്കൂർ സ്ട്രീമിംഗിന് മാത്രം തനിക്ക് 21,000 രൂപ ലഭിക്കുന്നുണ്ട്. ദിവസം 1 ലക്ഷത്തോളം സ്ട്രീമിംഗിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും നിഹാദ് പറയുന്നു. അപ്പോൾ മാസം വരുമാനം എത്രയായി? ഇത് സ്ട്രീമിംഗ് മാത്രമാണെന്നും പറയുന്നുണ്ട് തൊപ്പി. പിന്നെ ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട് തനിക്ക്. ഉദ്ഘാടനങ്ങളുടെ വകയും വരുമാനം ലഭിക്കുന്നു. അങ്ങനെ പല വഴികളിലൂടെ വരുമാനമുണ്ട്. ഇതൊക്കെ നിയമപരമായിട്ടുള്ള വരുമാനമാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നിയമവിരുദ്ധമായി ചെയ്യില്ലെന്നാണ് നിഹാദ് വ്യക്തമാക്കുന്നത്. എന്തിനാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ താൻ പോകുന്നത്? തനിക്കെന്താ ഭ്രാന്തുണ്ടോ? താൻ എന്താ പൊട്ടനാണോ എന്നും ചോദിക്കുന്നുണ്ട് നിഹാദ്. രോക്ഷാകുലനായിട്ടാണ് നിഹാദ് വീഡിയോയിൽ പ്രതികരിക്കുന്നത്. എന്തായാലും നിഹാദ് വരുമാനം വെളിപ്പെടുത്തിയതിന്റെ വീഡിയോ വ്യാപകമായി തന്നെ വൈറലാകുന്നുണ്ട്. ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല. ആ ടൈം എനിക്കത് ശരിക്കും നെസറിയാന്ന് തോന്നുകയും ചെയ്യും. ശരിക്കും ഞാൻ പൊട്ടിക്കുന്നതിന് ഒരു ന്യായം ഉണ്ടാവും. ശരിക്കും അത് പൊട്ടിക്കണ്ട പൊട്ടിച്ചപ്പോൾ ഒരു ന്യായം തോന്നിയത് എല്ലാം പൊട്ടിക്കുമ്പോ നമുക്ക് അങ്ങനെ തന്നെ തോന്നല്. എന്തൊക്കെയാ പൊട്ടിച്ച സാധനങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ജനല് പൊട്ടിച്ചപ്പോ എന്ത് ന്യായം തോന്നിയേ? ജനല് ഞാൻ എന്തിനാ പൊട്ടിച്ചെന്ന് ആലോചിക്കട്ടെ ആദ്യം. ജനല് വീടിന് സുരക്ഷിതമുള്ള ഒരു സാധനല്ലേ? അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വീടിന്റെ സുരക്ഷ പോവില്ലേ? പക്ഷെ ഞാൻ എന്തോ ദേഷ്യം പിടിച്ച് പൊട്ടിച്ച്, മനസ്സിലായോ? എന്നിട്ട് അടിയുണ്ട്. എന്നിട്ട് പിന്നെ വാശിയായിട്ട് പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പൊട്ടിച്ച് അടുത്ത ജനല് പൊട്ടിച്ച്. പിന്നെ അങ്ങനെ ഇതെല്ലാം പണ്ട് ചെറുപ്പത്തിലുള്ള എനിക്ക് ഓർമ്മയില്ല. തോന്നുന്നു എന്തിനാ ഞാൻ പൊട്ടിച്ചെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇടക്കിടക്ക് ഓരോന്ന് പൊട്ടിക്കും. അങ്ങനെല്ലാം ചൈൽഡ്ഹുഡ്. ആരും ഒരു കമ്പനിയും ഫ്രണ്ട്സും ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്. ഈ മുടിയെ പറ്റി പറ. പണ്ടത്തെ മുടി എങ്ങനെയായിരുന്നു? ഫോട്ടോ ഉണ്ടോ പണ്ടത്തെ മുടിയുടെ? പണ്ടത്തെ മുടി ഇതേതാ ഫോണ്? തൊപ്പിയുടെ ഫോണല്ലേ? ഇതാ എന്റെ ഫോണോ? അപ്പൊ അതോ? അതെന്റെ ഫോണാണ്. ഫോണ് നല്ല ഫോട്ടോ ഒന്നും ഇല്ലാണ്. നല്ലത്. എനിക്ക് മുടി ജസ്റ്റ് മുടി നമ്മുടെ ഓഡിയൻസിനൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാ. തൊപ്പിയുടെ പഴയ മുടി എങ്ങനെയായിരുന്നു? ഇവിടെ കാണിച്ചു കൊടുക്ക്. നല്ല കേളി ഹെയർ ആയിരുന്നു അല്ലേ? എന്നിട്ട് പിന്നെ എങ്ങനെ ഈ മുടി ഇങ്ങനെ ആയേ? ഇത് ഞാന് ഇതൊന്നും ഞാൻ തന്നെ ഇത് ഞാൻ പോയിട്ട് ചെയ്തൊന്നല്ല. ഇത് ആരും വിശ്വസിക്കില്ല. ഞാൻ സ്വന്തമായിട്ട് ഇത് ചെയ്തെന്നിട്ട് ആരും ഒന്നും വിശ്വസിക്കാത്ത. ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ല, അവർക്ക് എളുപ്പമായിരിക്കൂല. ഞാൻ ഡിപ്രഷൻ അടിച്ചോണ്ട് എനിക്ക് എളുപ്പമാണ്. ആ ടൈം ഞാൻ ഫുൾ ടൈം ഇരുന്നിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ തുട്ടി കളിക്കും. എന്നിട്ട് കൊറേ കാലം അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു ക്രോഷ്യ പോലത്തെ ഒരു സൂചി ഉണ്ട്. ആ സൂചി ഇട്ടിട്ട് ഇങ്ങനെ കുത്തി കുത്തി കളിക്കും. കൊറേ ഇഷ്ടം പോലെ സമയമുണ്ട് വെറുതെ ഇരുന്ന് ചിന്തിക്കാന്ന്, ഓവർ തിങ്ക് ചെയ്യാന്ന്. അപ്പൊ ഇരുന്ന് കുത്തി 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 ഇങ്ങനെ ആയതാണ്. മനസ്സിലായോ? എനിക്ക് വലിയ പണിയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് നല്ല പണിയായിരിക്കും. അതായത് ഇത് ചെയ്യാനായിട്ട് ചെയ്യുന്നവർക്ക് നല്ല പണിയായിരിക്കും. ഇത് മൊത്തം ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. ഡിപ്രഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കൊറേ സംഭവം ലൈഫിൽ ഇങ്ങനത്തെ എല്ലാവർക്കും. നിനക്ക് ഉണ്ടായിട്ടില്ലേ? നിനക്ക് ഡിപ്രഷൻ ഉണ്ടായിട്ടില്ലേ? എല്ലാവർക്കും ഉള്ള തന്നെ എനിക്കുള്ളു. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാണ്. ഇതെല്ലാം എല്ലാരും പോകുന്ന സ്റ്റേജ് തന്നെ അല്ലേ. എൻ്റെ പിന്നെ കുറച്ച് കാലം കൂടുതൽ എടുത്ത് റിക്കവർ ആകാൻ. അത്ര വ്യത്യാസമുള്ളൂ. അല്ലല്ല, അതിനൊന്നും അത്ര ഡിപ്രഷൻ ഒന്നും ആയിട്ടില്ല. അത് വീട്ടിലാകാൻ കാരണമായിന്നേ ഉള്ളൂ. ഈ ചെക്കൻ പോയതിനു ശേഷം നന്ന ഇതായത്. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. സാധാരണ ചിരിച്ചും കളിച്ചും തന്നെയാണ്. പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് സൂസൈഡ് ചെയ്ത്. ആരോടും കാരണം പറഞ്ഞില്ല. വീട്ടുകാർക്ക് പോലും കാരണം അറിയില്ല. ആർക്കും കാരണം അറിയില്ല. പെട്ടെന്ന് ഒരു സൂസൈഡ് ചെയ്ത്. ഇപ്പൊ യൂട്യൂബ് ചാനലിൽ നിന്ന് നല്ല ഏർണിങ്സ് ഒക്കെ വന്ന് തുടങ്ങിയില്ല? ഇപ്പൊ സ്വന്തം കാലിലൊക്കെ നിൽക്കാറായില്ലേ? യൂട്യൂബ് ചാനലിൽ നിന്ന് ഏർണിങ്സ് വരുന്നില്ല സത്യം പറഞ്ഞ. പിന്നെ വരുന്നുണ്ട്. ഡൊണേഷൻസ് ഇതെല്ലാം ആയിട്ട് വരും. അല്ലാണ്ട് വീഡിയോ ഒക്കെ ആയിട്ട് കോപ്പിറൈറ്റും
ഇതെല്ലാം സീനാ, മനസ്സിലായോ? എനിക്ക് മാസം ഒരു 30,000 അങ്ങനെ വരും. പക്ഷെ തൊപ്പിയുടെ ഇതിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്, പക്ഷെ എല്ലാം കോപ്പറേറ്റഡാ, മനസ്സിലായോ? അവിടെ യൂട്യൂബിന്റെ കാര്യം പറയാൻ പറഞ്ഞ ഞങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടിയെന്നല്ല. ഒരു ഗൈഡ് ലൈൻ സ്ട്രൈക്ക് അറിയോ? വിഷ്വൽ മീഡിയ പഠിച്ചിരുന്നല്ലോ ഓള്. അല്ലാടെ വെറുതെ തള്ളുന്നതാന്ന് തോന്നല്ലേ, ഇവള് തള്ളുന്നതാന്ന് തോന്നല്ലേ. എനക്ക് 3 സ്ട്രൈക്ക്, എനക്ക് 1 സ്ട്രൈക്ക് കിട്ടിട്ട് തന്നെ എന്റെ മൈൻഡ് മൊത്തം പോയിട്ടാണ് ഞാൻ ട്രെയിനിലെല്ലാം പിരാന്ത് പിടിച്ചിട്ടായിരുന്നേ. എന്തിനാ സ്ട്രൈക്ക് കിട്ടിയേ? ഞാനൊരു പ്ലേ ബട്ടൺ പൊട്ടിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? അതിന് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ സ്ട്രൈക്ക് കിട്ടിയത്. ഡിലീറ്റ് ആയ ഇപ്പം യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് നമ്മൾ പണ്ടെപ്പം കിട്ടിയ വീഡിയോക്ക് വരെ, ഡിലീറ്റ് ആക്കിയ വീഡിയോക്ക് വരെ സ്ട്രൈക്ക് കിട്ടുന്ന പറയുന്നത്. റിവെഞ്ച് എടുത്താണ് യൂട്യൂബ്. എന്തിനാ പ്ലേ ബട്ടൺ? ഞാൻ ചോദിക്കാൻ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, എന്തിനാ പ്ലേ ബട്ടൺ പൊട്ടിച്ചേ? അത് യൂട്യൂബ് എന്നോട് ആരോ പറഞ്ഞിട്ടാണ്, എനിക്ക് ഓർമ്മ. ഞാൻ അതിനെ പൊട്ടിച്ച അതെടുത്ത് പൊട്ടിക്കോ? കാരണം യൂട്യൂബ് ചാറ്റ് പറഞ്ഞു. എന്റെ സ്ട്രീമിങ് എങ്ങനെ അറിയോ? ഞാൻ സ്ട്രീം ചെയ്ത് കൊടുക്കുമ്പോ ചാറ്റിൽ ഇങ്ങനെ ഓരോ സ്പാം വരും, അതെല്ലാം ഞാൻ ചെയ്യും. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, മനസ്സിലായോ? എന്നോട് പറയും ജോളോ ചിപ്പ് വന്ന്, മുളക് വന്ന്, കൈപ്പക്ക വന്ന്, ഇത് ചെയ്, അത് പൊളിക്ക്, ഇത് കത്തിക്ക്, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇവര് ഏറ്റവും കൂടുതൽ സ്പാം എന്താ വരുന്നത്, അത് ഞാൻ ചെയ്യും. ഇങ്ങനെ പറയും ഇഫ്റ്ററിനെ വിളിക്ക്, ഇന്നാളെ വിളിക്ക്, മറ്റേ സീക്രട്ട് ഏജന്റിനെ വിളിക്ക്, അല്ല കാണല്ലേ. അങ്ങനെ ഒരു പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ, മനസ്സിലായോ? പക്ഷെ എന്നാലും അത് യൂട്യൂബ് തന്നൊരു അംഗീകാരമായിരുന്നില്ലേ? ഞാൻ അതിനെ പൊട്ടിച്ച മോര് പറഞ്ഞോണ്ടൊന്നല്ലപ്പാ. അതെന്തിനാ ഞാൻ പൊട്ടിച്ച? എന്തോ ഒരു മൈൻഡ് ആയി പോയി ആ ടൈം. 5 വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്തോണ്ടായിരുന്നോ? അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ആ പൊട്ടിക്കണേന്റെ ഇടയില്. 5 വർഷം ഇതിനു വേണ്ടി കാത്തിരിക്കണം, ഇപ്പോഴാണ് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയില്ല, അതിനെ പൊട്ടിച്ച ഓർമ്മയില്ല. ആ ടൈം അങ്ങനത്തെ ഒരു മൈൻഡ് ആയി പോയി. അത് നശിപ്പിക്കരുത് തൊപ്പി. അത് യൂട്യൂബ് തരുന്നൊരു അംഗീകാരം, അത് നശിപ്പിക്കാൻ പാടില്ല. അത് ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന് യൂട്യൂബ് തരുന്നൊരു സാധനമല്ലേ. ഇവിടെ ഓരോരുത്തര് പ്ലേ ബട്ടൺ കിട്ടാനായിട്ട് കൊതിക്കണം. അപ്പൊ തൊപ്പിക്ക് പ്ലേ ബട്ടൺ കിട്ടിയപ്പോ തൊപ്പി കൊണ്ട് അത് പൊട്ടിച്ചു കളഞ്ഞേക്കുന്നു. അതിനെ കൊണ്ട് അത് ഒറിജിനൽ അല്ല, എനിക്കറിയോ. ആ സാധനം സിൽവർ, ഒറിജിനൽ സിൽവർ ഒന്നല്ല. അല്ലല്ലേ? പറ്റിക്കലാം വെറുതെ. ഇങ്ങനെ കാണാൻ സുഖം, കാണുമ്പോ അങ്ങനെ നിക്ക ഒരു സർട്ടിഫിക്കറ്റ് പോലെ, മനസ്സിലായോ? അതങ്ങനെ ഒരു ഷെൽഫിലൊക്കെ വെക്കണ്ടേ? റിയൽ സിൽവർ ആണ് ഞാൻ പോയിട്ട് ബുക്കൂലേ, അല്ലേ? അല്ല വെറുതെ ആണ്, ഷോ ആണ്. അത് ഇത്രയും നാളത്തെ തൊപ്പിയുടെ ഒരു അംഗീകാരമായിരുന്നു, നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. എല്ലാം അംഗീകാരമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ വന്നിട്ടിരുന്നിട്ട് എന്തെങ്കിലും. പക്ഷെ അതിലൂടെ എത്ര പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയോ? തൊപ്പി കാണിക്കുന്ന ആ എന്റർടൈൻമെന്റിലൂടെ അത് കാണാൻ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയോ? എന്റർടൈൻമെന്റ് ആണ്, കണ്ടിരിക്കാം.